അപ്പോൾ ഇതേമാതിരി ഈ കണ്ണുപ്പെടുത്ത് ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിറകണ്ണുകളോടിരിക്കുന്ന ആ ഉമ്മാക്ക് മകനെ കിട്ടും. അപ്പോൾ 2 കണ്ണും ഇല്ല, അപ്പോൾ കായ്ച്ചു പോയി, 1.5% കായ്ക്കുള്ളൂ. ഒരു ദിവസം നമ്മൾ ചിലവാക്കുന്ന എത്രയോ രൂപയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കുറേ കാലം പ്രവാസിയായിരുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം അദ്ദേഹത്തിനായി. നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്താണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിസ്മയ ന്യൂസിലേക്ക് മലപ്പുറത്ത് നിന്ന് ഒരിക്കൽ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ നേരിട്ട് ഇവിടെ മലപ്പുറത്തെത്തി. ഇവിടെ എല്ലാ ആൾക്കാരുടെ അടുത്തും പരിസരവാസികളുടെ അടുത്തെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചു. വളരെയേറെ കാലം പ്രവാസിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നേരിട്ട് തന്നെ കാണാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കാം. ഇക്കാ സുഖമായിട്ടിരിക്കുന്നോ? സുഖം. നമസ്കാരം. നമസ്കാരം. അമ്മ, ഞങ്ങൾ വിസ്മയ ന്യൂസിൽ നിന്നാണ്. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ വിളിച്ചായിരുന്നല്ലോ. അതെ അതെ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ നേരിട്ടൊന്ന് വന്നതാണ് കേട്ടോ. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിളിച്ചതായിരുന്നു, നിങ്ങളെ നമ്പർ വേറെ ആൾ തന്നതായിരുന്നു. അപ്പോൾ വിളിച്ചതായിരുന്നു നിങ്ങൾ. ഞാൻ വീട് കുറച്ച് ലോൺ എടുത്തിരുന്നു. അപ്പോൾ അജപ്തിലാണുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഒരു അസുഖത്തിലാണുള്ളത്. ഈ ഒരു കണ്ണ് ഇൻഫെക്ഷൻ വന്ന് എടുത്ത് ഒഴിവാക്കി. പോപ്പ് വന്നിട്ടിപ്പോൾ ഈ കണ്ണിപ്പെടുത്ത് ഒഴിവാക്കി, ഇൻഫെക്ഷൻ വന്നിട്ട്. അപ്പോൾ ഇതേമാതിരി ഈ കണ്ണിപ്പെടുത്ത് ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അധികം വൈകാതെ ദൂരത്ത് ഒഴിവാക്കാൻ, തലച്ചോട്ടിക്ക് ഇൻഫെക്ഷൻ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്, ഞാനും എൻ്റെ അമ്മയും എൻ്റെ 3 കുട്ടികളും ഭാര്യയുള്ളത്. അപ്പോൾ ഞാൻ ഒരു സഹായം എന്നുള്ള രൂപത്തിൽ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു, നമ്മുടെ നാട്ടിലുള്ള ആളുകളും പുറത്തുള്ള ആളുകളും ന്യൂസുകാരൊക്കെ ഒന്ന് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 500 രൂപയുടെ കൂപ്പൺ കൊടുത്തുകൊണ്ട് ഞാൻ വക്കീലുമായി ലീഗലായിട്ട് അതിന് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം എൻ്റെ സ്ഥിതിഗതികളായതുകൊണ്ട് എനിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഞാൻ ചെയ്യാണ്. ഒരു 500 രൂപയുടെ കൂപ്പണ് എടുത്തിട്ട് ഞാൻ 15 സെൻറ്റ് സ്ഥലവും ഈ 2950 സ്ക്വയർ ഫീറ്റ് വീടും ഒന്നാമതായിട്ട് ഞാൻ ഒരു സമ്മാനം എന്നുള്ള രൂപത്തിൽ എന്നെ സഹായിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കുറേ കാലം പ്രവാസിയായിരുന്നു. പ്രവാസിയായി അങ്ങനെ കുറേ ഇതായി. പിന്നെ ഇവിടെ വന്ന് കുറേ ബിസിനസ് ചെയ്ത്. അപ്പോൾ നല്ലവരായ ആളുകൾ എല്ലാവരും എന്നെ സഹായിച്ചു തരിക. അപ്പോൾ ഈ വീട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകും? വീട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അസുഖം വന്ന് ഈ ഒരു കണ്ണെടുത്ത് ഒഴിവാക്കിയല്ലോ. ഇപ്പം ഈ കണ്ണെടുത്ത് ഒഴിവാക്കണ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 കണ്ണും ഇല്ല, അപ്പോൾ കായ്ച്ചു പോയി, 1.5% കായ്ക്കുള്ളൂ. അപ്പോൾ എല്ലാവരും മുന്നിൽ കൈ നീട്ടല്ലാതെ കാര്യമില്ല. വീട് കൊടുത്തിട്ട് ഒരു ചെറിയ വീട് ഉണ്ടാക്കി ജീവിക്കണമെന്ന് പൂതിയുള്ളൂ. അത്രയും കടങ്ങളാണുള്ളത്. വലിയൊരു എമൗണ്ട് കടത്തിലാണുള്ളത്. അസുഖത്തിന് തന്നെ സംഖ്യ പൈസ വേറെ വേറെ ആളുകളിരുന്ന് വാങ്ങി കടത്തിലുള്ളത്. ഒന്നും അല്ലാത്തൊരു ബുദ്ധിമുട്ടിലുള്ളത്. കുറേ വീഡിയോകൾ ചെയ്തിരുന്നു. കുറേ ആളുകൾ കൂപ്പെടുത്തിട്ടും കുറേ ആളുകൾ കൂപ്പെടുക്കാൻ പറ്റാത്തവർ ഒരു 100 200 തന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച അത്ര ആയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ലീഗലായിട്ട് എൻ്റെ പേപ്പറൊക്കെ എനിക്ക് ലാസ്റ്റ് ഡിസംബർ 25 തീയതിയാണ് ഇതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. വക്കീലും ഇവരൊക്കെ സംസാരിച്ചിട്ട് ഡിസംബർ 25 2025 ഡിസംബർ 25 ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 25 നമ്മളിതൊരു നറുക്കെടുപ്പ് എടുത്തിട്ട് ഈ വീടും സ്ഥലവും നമ്മളെല്ലാവർക്കും പൊരുത്തപ്പെട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടായ മനുഷ്യന് ലാസ്റ്റാലും അങ്ങനെ കൈ നീട്ടാൻ വരുന്നതേ, അല്ലാതെ നമ്മൾ ആരും ഒരാൾ മുന്നിൽ കൈ നീട്ടാൻ മനസ്സുണ്ടായിട്ടല്ല. വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അത്രയേറെ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ. ഒന്ന് മനസ്സിലാക്കുക, അദ്ദേഹം ഇത്രയേറെ വർഷം പ്രവാസിയായിട്ട് ജീവിച്ചതാണ്. ആ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് ആ ഒരു ആഗ്രഹിച്ച് ഈ നാട്ടിൽ വന്നതായി ഈ കാണുന്നൊരു മനോഹരമായിട്ടൊരു വീട് വെച്ചു. അത്രയേറെ കടങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പല കാരണങ്ങളാൽ അദ്ദേഹം ഒരുവിധം അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകവെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ടായി. അത് തലച്ചോറിലേക്ക് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. അദ്ദേഹത്തിന് 3 കുട്ടികളാണ്, അതും പൊടി കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ. കാരണം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും എത്ര നല്ല രീതിയിൽ ജീവിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം എല്ലാവരോടും ഇപ്പോൾ ഒരു യാചനയായിട്ടാണ് എത്തിയിരിക്കുന്നത്. കാരണം ഇതിൽ ആരും വെറുതെ 1 രൂപ കൊടുക്കണം എന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം പറയുന്നത് ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം പോലെ ഒരു 2950 സ്ക്വയർ ഫീറ്റ് വീട്, അത് ഒന്നാം സമ്മാനമായിട്ട് വെച്ചൊരു കൂപ്പണായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനകത്തൊരു 500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ ഒരു കൂപ്പണിൽ ആ ഒരു ഭാഗ്യമുള്ള ആർക്കാണോ ആ വീട് കിട്ടുന്ന അവർക്ക് സന്തോഷപൂർവ്വം ആ വീട് നൽകാമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ ഒന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. നമ്മുടെയൊക്കെ അവസ്ഥ നാളെ എന്താവും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് രൂപ ചിലവാക്കുന്നു. പല അനാവശ്യമായിട്ട് പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് പൈസ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ചിലവാക്കുന്ന എത്രയോ രൂപയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് ഒരംശം നമ്മൾ ഒരുപക്ഷെ അദ്ദേഹത്തെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഒരു പ്രധാനമായിട്ടൊരു കാര്യം ആലോചിക്കണം. ഏതൊരു കാലഘട്ടത്തിലും ഒരു മലയാളിയെ സംബന്ധിച്ച് ഒരു മലയാളിക്ക് എന്ത് കാര്യം വന്നാലും എല്ലാ മലയാളികളും ഒരുമിച്ച് നിന്ന് അവരെ കരകയറ്റുന്ന ഒരു പ്രവണതയുള്ള വ്യക്തികളാണ് മലയാളികൾ. അപ്പോൾ ഒരുപക്ഷെ ഈ മലയാളികൾ എല്ലാവരും കൂടി ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചികിത്സയെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ ജീവിതത്തിലോട്ട് തിരികെ കൊണ്ടുവരാൻ പറ്റും. 3 കുട്ടികൾക്ക് ആ കുട്ടികളുടെ അച്ഛനെ തിരിച്ചു കിട്ടും. അവിടെ നിറകണ്ണുകളോടിരിക്കുന്ന ആ ഉമ്മാക്ക് മകനെ കിട്ടും. അതുപോലെ അവരുടെ എല്ലാ ബാധ്യതയും തീർന്ന് ആ കുട്ടികൾക്കൊപ്പം അദ്ദേഹത്തിനോട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. കാരണം അത്രയേറെ വേദനയോടെ, ഹൃദയം പൊട്ടുന്ന വേദനയിലാണ് ഓരോ വ്യക്തികളോടും അദ്ദേഹം കൈനീട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുമ്പം എൻ്റെ ശബ്ദം പോലും ഇടറുകയാണ് കേട്ടോ. കാരണം നമുക്കും ഈ കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം വന്നു കഴിഞ്ഞാൽ, ഇതുപോലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരിക്കലും അത് താങ്ങാൻ കഴിയില്ല. കാരണം അത്രയേറെ നമ്മൾ ഹൃദയം പൊട്ടിയാവും ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് ഏകദേശം കുറേ കടങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പം അത്രയേറെ വേദനയിലാണ് അദ്ദേഹം ഉള്ളത്. കാരണം അത് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരുപക്ഷെ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് അതൊരു ആശ്വാസമാകും. ദൈനംദിന ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളായാലും നമ്മളെല്ലാവരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടല്ലോ ഈ ഒരു വീഡിയോയിൽ കൂടി. അത് നേരിട്ടാണ് ഞങ്ങളിവിടെ വന്ന പരിസരത്തെല്ലാം ഒരുപാട് തിരക്കി കേട്ടോ. തിരക്കിയതിനു ശേഷമാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. കാരണം അത്രയേറെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അദ്ദേഹം അത്രയേറെ വർഷങ്ങൾ ആ ഒരു പ്രവാസ ജീവിതം നയിച്ച് ആ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് അത്രയേറെ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. ഇവിടെ വന്നൊരു നാട്ടിലൊരു ബിസിനസ്സൊക്കെ തുടങ്ങി ഒരുവിധം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. ഒരുപക്ഷെ നമ്മളെല്ലാവരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാം. അദ്ദേഹത്തിൻ്റെ ഈ പ്രാരാബ്ദങ്ങളിലെല്ലാം നമുക്കും ഒപ്പം ചേരാം. അതുപോലെ ആ 3 കുട്ടികൾക്ക് പിതാവിനെ തിരിച്ചു കിട്ടണം, ആ ഉമ്മാക്ക് മകനെ തിരിച്ചു കിട്ടണം. അതിന് ഞാനോ അല്ലെങ്കിൽ ഒരാളോ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളെല്ലാം മലയാളികളായ നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് സാധിക്കൂ. നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം അദ്ദേഹത്തിനായി. ക്യാമറമാൻ അഗ്നിയോടൊപ്പം മലപ്പുറത്ത് നിന്നും സജീവ്, വിസ്മയ ന്യൂസ്.